ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിനെ കാണുവാൻ ബെത്ലഹേമിലേക്ക് വരുന്ന ജ്ഞാനികളെ നമ്മൾ കാണുന്നു. അവർ നക്ഷത്രം കണ്ട് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു വരുന്നവരാണ്. നക്ഷത്രത്തെ അനുഗമിച്ചവരാണ്. ആ നക്ഷത്രം അവർക്കൊരു അടയാളമായിരുന്നു. പക്ഷെ അവർ നക്ഷത്രത്തെ ഒരിക്കലും ആരാധിച്ചില്ല. അവർ ആരാധിച്ച് യേശുവിനെയാണ്. അവരന്വേഷിച്ച് യേശുവിനെയാണ്. നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്തെങ്കിലും അവർ നക്ഷത്രത്തെ ദൈവമായി കണ്ടില്ല, പരിഗണിച്ചില്ല. യഥാർത്ഥ രക്ഷകനെ അവർ തിരിച്ചറിഞ്ഞു, അവനെ ആരാധിച്ചു. നമ്മുടെ എല്ലാം ആത്മീയ ജീവിതത്തിൽ വലിയൊരു അപകടമുണ്ട്. നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന, വിടുതലിലേക്ക് നയിക്കുന്ന, സൗഖ്യത്തിലേക്ക് നയിക്കുന്ന, നമുക്ക് ജീവിതാനുഭവം പകർന്നു തരുന്ന പല വ്യക്തികളും നക്ഷത്രത്തിൻ്റെ റോള് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുന്നുണ്ട്. അവരെല്ലാം നമ്മെ യേശുവിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കാണുന്ന വളരെയധികം ആളുകൾ നക്ഷത്രങ്ങളെ ദൈവമായി ആരാധിക്കുന്നു. അവർക്ക് ദൈവികമായ പരിവേഷം കൊടുത്ത് ആൾ ദൈവമായി അവരെ പൂജിക്കുകയും ആ രീതിയിൽ അവരെ കാണുകയും ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് നയിക്കപ്പെടേണ്ട, ഉയർത്തപ്പെടേണ്ട അവരുടെ ഹൃദയങ്ങളും മനസ്സുകളും ഈ ആൾ ദൈവങ്ങളിൽ തങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതൊരു തിന്മയല്ലേ? അതൊരു കുറവല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ലിസ്ത്രായിലെ രോഗശാന്തി നടന്നപ്പോൾ പൗലോസിനെ അവർ പിടിച്ച് ദൈവമാക്കാൻ നോക്കി. അവർ പറയുന്നു, ഞങ്ങൾ ദൈവമല്ല, യഥാർത്ഥ ദൈവം ആ രക്ഷകനാണ്, യേശുവാണ്. ആ യഥാർത്ഥ രക്ഷകനെ തേടിയാണ് നാം പോകേണ്ടത്. ആ യഥാർത്ഥ രക്ഷകനെയാണ് നാം ആരാധിക്കേണ്ടത്. നമ്മെ സഹായിക്കുന്നവരല്ല, ആത്മീയ യാത്രയിൽ നമ്മെ കൈപിടിച്ച് നടത്തുന്നവരല്ല, നമുക്ക് വെളിച്ചമായി മുൻപേ നീങ്ങുന്നവരല്ല, നമുക്ക് വഴി കാട്ടുന്നവരെയല്ല. വഴിയും മാർഗവും സത്യമായി യേശുവിനെയാണ് നാം ആരാധിക്കേണ്ടത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.